ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോളിടെക്നിക് മാത്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രോബ്ലംസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. അതായത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവിടെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു സെക്ഷൻസാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് അല്ലേ. റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എന്ത് യൂസ് ചെയ്തുകൊണ്ട്, ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലേ. അപ്പം നമ്മളിത് എങ്ങനെ ചെയ്യും? നമ്മൾ ചെയ്യുന്നത് എന്താണ്, അടുത്ത എഫ് ഓഫ് എക്സ് എന്ത് കണ്ടുപിടിക്കും, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്ന് പറയുന്നത് എന്താ, റൂട്ട് ഓഫ് എക്സിന് ഒരവിടെ എന്താവും, എക്സ് പ്ലസ് ഡെൽ എക്സ് എന്നാവും. നമുക്ക് ഇനി എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ ഏതാണ്? നമ്മുടെ ഇക്വേഷൻ ലിമിറ്റ് del x tends to 0 f of x plus del x മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എന്താണ് del x അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ ചെയ്യും, ലിമിറ്റ് del x tends to 0. എടാ, എഫ് ഓഫ് എക്സ് പ്ലസ് del x എന്ന് പറഞ്ഞാൽ ആരാണ്ട് അത് റൂട്ട് എക്സ് പ്ലസ് del x അല്ലേ, മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണത് റൂട്ട് എക്സ് ബൈ താഴെ ആരാണ്, താഴെ del x ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. del xനെ നമുക്ക് ഔട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇവിടെ. നമ്മൾ അതിനൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യാണ്, ലിമിറ്റ് del x tends to 0. ഞാനിതിനെ എക്സ് പ്ലസ് del x ഓൾ റൈസ് ടു 1/2 എന്ന് എഴുതിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം നമുക്കറിയാം റൂട്ട് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് del xനെ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് del x ഓൾ റൈസ് ടു 1/2 മൈനസ് റൂട്ട് എക്സിനെ എങ്ങനെ എഴുതിയാൽ എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതി, ഓൾ ഡിവൈഡഡ് ബൈ നമ്മൾ മുമ്പ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ലിമിറ്റ് എസ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്, എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 ആയിരിക്കും. നമ്മളൊരു ഇക്വേഷൻ കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെയും അതേ സ്ട്രക്ചറാണ്, എക്സ് റൈസ് ടു എൻ. ഇവിടെ എക്സിന് പകരം കിടക്കുന്ന ആരാണ്ട, എക്സ് പ്ലസ് del x ആണ്. എന്നിന് പകരം കിടക്കുന്ന ആരാണ്, ഹാഫ് ആണ്, 1/2 ആണ്. മൈനസ് എക്ക് പകരം ആരാണ്, എക്ക് പകരം ഇവിടെ എക്സ് ആണ്, എക്സ് റൈസ് ടു 1/2 എന്ന് കിടപ്പുണ്ട്. അപ്പോൾ താഴെയും ആര് തന്നെ വരണം, താഴെയും എക്സ് മൈനസ് എ തന്നെ വരണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അങ്ങനെ തന്നെ എഴുതി നോക്കി, എക്സ് പ്ലസ് del x അപ്പോൾ എക്സ് ആയി, മൈനസ് എ എന്ന് പറഞ്ഞാൽ ആരാണ്, എക്സ്. ഇങ്ങനെ എഴുതി എന്തെങ്കിലും ചേഞ്ച് വരാനുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾ, എക്സ് പ്ലസ് del x മൈനസ് എക്സ്, എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസലായി പോയി നമുക്ക് ആര് തന്നെ വരും, അവിടെ del x തന്നെയല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, വാല്യൂവിന് ചേഞ്ച് ഇല്ല. അപ്പം ഞാൻ അതിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ലിമിറ്റൂടെ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. del x tends to 0 അല്ലേ, ഇവിടുത്തെ എക്സിന് പകരം കിടക്കുന്ന ആരാണ്, ഇവിടെ എക്സ് പ്ലസ് del x അല്ലേ. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു, അങ്ങ് എക്സ് ആഡ് ചെയ്തു. അപ്പോൾ എക്സ് പ്ലസ് del x ടെൻസ് ടു 0യുടെ കൂടെ എന്താണ് എക്സ് ആഡ് ചെയ്ത്, അവിടെ എന്ത് തന്നെയാണ് വരുന്നത്, ആൻസർ എക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യും, ലിമിറ്റിനെ, ലിമിറ്റ് del x മാറ്റി നമ്മളിവിടെ എന്ത് എഴുതും, എക്സ് പ്ലസ് del x ടെൻസ് ടു എക്സ് എന്ന് എഴുതും. ഓക്കെ, ബാക്കി ഇവിടെ ആരണ്ട, എസ് പ്ലസ് del x ഓൾ റൈസ് ടു ഹാഫ് മൈനസ് എക്സ് റൈസ് ടു ഹാഫ് ബൈ എക്സ് പ്ലസ് del x മൈനസ് എക്സ്. ഇവിടെ ഇതിൻ്റെ ആൻസർ എന്താണ്, ഇതിൻ്റെ ആൻസർ എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 അല്ലേ. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ആരാണ്, എൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു എക്ക് പകരം കിടക്കുന്ന ആരാണ്, എക്ക് പകരം എക്സ് ആണ്, എക്സ് റൈസ് ടു എന്താണ് അടുത്തത്, എൻ മൈനസ് 1. എൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹാഫ് അല്ലേ, ഹാഫ് മൈനസ് 1. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എക്സ് റൈസ് ടു ഹാഫ് മൈനസ് 1. എടാ, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ അല്ലേ, പകുതിയിൽ നിന്ന് 1 കുറച്ച് നമുക്ക് എന്ത് കിട്ടും, ആൻസർ മൈനസ് 1/2 കിട്ടും. അത് അറിഞ്ഞുകൂടാ, ഇങ്ങോട്ട് നോക്കിയോ, 1/2 മൈനസ് 1 നമുക്ക് 1/1 എന്ന് എഴുതാം. ക്രോസ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു 1 2/2 ഇൻറ്റു 1 2. അപ്പോൾ 1 മൈനസ് 2 മൈനസ് 1/2 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു എടാ എക്സ് എ റൈസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്, 1/a റൈസ് ടു എം ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് റൈസ് ടു മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്, 1/x റൈസ് ടു 1/2. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു
1 എടാ എക്സ് റൈസ് ടു 1/2 എക്സ് റൈസ് ടു 1/2 എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 1/2 എന്ന് പറഞ്ഞത് ആരാണ്? റൂട്ട് എക്സ് അല്ലേ? അപ്പോൾ എക്സ് റൈസ് ടു 1/2 പോലെ എനിക്ക് ഇവിടെ ആരെ കൊടുക്കാം? റൂട്ട് എക്സ് എന്ന് കൊടുക്കാം. സോ ഫൈനൽ ആൻസർ എങ്ങനെ കിട്ടും? എന്താണ് 1/2 റൂട്ട് എക്സ് എന്താണ് 1/2 റൂട്ട് എക്സ്. അടുത്ത ദിവസം നോക്കി y ഈക്വൽ ടു 1/√ x. അത് മക്കളെ എങ്ങനെ ഇവിടെ നോക്കിക്കോ. നമുക്ക് ആദ്യം തന്നെ y ഈക്വൽ ടു 1/√ x ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ എന്തായിട്ട് എടുക്കാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√ x. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്തായിരിക്കും? എക്സ് എവിടെ ഉണ്ടോ അവിടെ നമ്മൾ ആരെ കൊടുക്കും? എക്സ് പ്ലസ് ഡെൽ എക്സ് കൊടുക്കും അല്ലേ? അപ്പം 1/√ എക്സ് പ്ലസ് ഡെൽ എക്സ്. ലിമിറ്റിൻ്റെ ഇക്വേഷനിലോട്ട് നമുക്ക് എഴുതാം. ഇക്വേഷൻ എന്താണ്ട? ലിമിറ്റ് ഡെൽ എക്സ് അല്ലേ? ഡെൽ എക്സ് ടെൻസ് ടു 0. ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽ എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്ടാ? 1/√ എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? 1/√ എക്സ് ഓൾ ഡിവൈഡ് ബൈ ഡെൽ എക്സ്. മുകളിൽ എന്ത് ചെയ്യാം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0. 1 ഇൻറ്റു റൂട്ട് എക്സ്. 1 ഇൻറ്റു റൂട്ട് എക്സ് എന്താണ് മക്കളെ? റൂട്ട് എക്സ് മൈനസ് അടുത്ത 1 ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്താണ്? റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഓൾ ഡിവൈഡ് ബൈ എന്താണ്? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് ഡെൽ എക്സ്. റൂട്ട് എക്സ് പ്ലസ് ഡെൽ എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. താഴെ എന്താണ്? ഓൾ ഡിവൈഡ് ആര് കിടപ്പുണ്ട്? ഒരു ഡെൽ എക്സ് കിടപ്പുണ്ട്. നീ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0. ഈ റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് പ്ലസ് ഡെൽ എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് ഡെൽ എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. ഈ ഇവിടെ എന്താണ്? ഡെൽ എക്സ് ബൈ 1 അല്ലേ? ഇത് മുകളിൽ പോകുമ്പോൾ എന്താ അവിടെ? ഇൻറ്റു 1/del x എന്നാവും. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് പ്ലസ് ഡെൽ എക്സ് ഓൾ ഡിവൈഡ് ബൈ. ഇതിന് താഴെയായിട്ട് എഴുതാൻ പോകുന്ന ആരാണ്ട? ഡെൽ എക്സ് ആണ്. ആരാണ് എഴുതാൻ പോകുന്നത്? ഡെൽ എക്സ്. ഇതിന് താഴെയായിട്ട് എഴുതാൻ പോകുന്ന ഡെൽ എക്സ് ആണ്. ഡെൽ എക്സും ഇൻറ്റു എന്താണ്? ഈ ഡിനോമിനേറ്റർ അങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. എങ്ങനെ എഴുതുകയാണ്? 1/√ എക്സ് പ്ലസ് ഡെൽ എക്സ് ഇൻറ്റു എന്താണ്? റൂട്ട് എക്സ് എന്ന് തന്നെ എഴുതുകയാണ്. ഇനി ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0. ഈ മുകളിൽ തരിട്ട് ഒരു മൈനസിനെ അങ്ങ് പുറത്തെടുക്കണം. മൈനസിനെ പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മൈനസ് എസ് പ്ലസ് എന്താണ്? ഡെൽ എക്സ് എന്താവും? അത് റൂട്ട് എക്സ് പ്ലസ് ഡെൽ എക്സ്. ഈ പ്ലസ് റൂട്ട് എക്സ് എന്താവും? മൈനസ് റൂട്ട് എക്സ് ബൈ എന്തെന്നാവും? ഡെൽ എക്സ് എന്നാവും. ഇൻറ്റു 1/√ എക്സ് പ്ലസ് ഡെൽ എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. ഈ മൈനസിനെ ഞാൻ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് ഡെൽ എക്സ് ഓൾ റൈസ് ടു 1/2 മൈനസ് റൂട്ട് എക്സിനെ എനിക്ക് എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതാമല്ലോ. ഓൾ ഡിവൈഡ് ബൈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ അല്ല എക്സ് റൈസ് ടു എം മൈനസ് എ റൈസ് ടു എം ബൈ എക്സ് മൈനസ് എ ഫോർമാറ്റിൽ എഴുതാനായിട്ട് ഞാൻ നോക്കുകയാണേ. അപ്പോൾ അത് ശരിയാണ്. എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എക്സ് എന്ന് കഴിഞ്ഞാൽ എന്താണ്? വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല. കാരണം ഇവിടെ എക്സ് മൈനസ് കൊണ്ട് എന്തായി പോവും? ക്യാൻസൽ ആയി പോയിട്ട് ഡെൽ എക്സ് തന്നെ മാത്രം വരും. ഇൻറ്റു 1/√ എക്സ് പ്ലസ്
ഡെൽ എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. അതിനൊന്നും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ മൈനസ് വെളിയിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ആൻസർ എന്താവും ഇവിടെ? ഇതിൻ്റെ ആൻസർ എന്താവും? ഇത്രയും പാർട്ടിൻ്റെ ആൻസർ എന്താവും? ഇത്രയും പാർട്ടിൻ്റെ ആൻസർ എന്താവും? ഹാഫ് ഇൻറ്റു ഇവിടെ എന്താണ് എ എന്ന് പറഞ്ഞാലാണ് എക്സ് ഇൻറ്റു പവർ ആരാണ്ട പവർ n - 1 ആണ്. n എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. അപ്പോൾ ഹാഫ് മൈനസ് 1 ഇൻറ്റു ഇതെന്താ അവിടെ ഇത്രയും സാധനങ്ങൾ ഡെൽ എക്സിൻ്റെ അവിടെ 0 വരുമെന്നേ ഉള്ളൂ. അവിടെ 0 വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ 0 വരുമ്പോൾ എന്ത് സംഭവിക്കൂടാ? ഇതിവിടെ ഇങ്ങനെ ഒരു ആൻസർ വരും. 1/s + 0 എന്താണ് 0 അല്ലേ? സോറി എക്സ്. അപ്പോൾ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഇത് എക്സ് റൈസ് ടു -1/2 അല്ലേ? ഇൻറ്റു 1/റൂട്ട് എക്സിൻ്റെ റൂട്ട് എക്സ് എന്താണ് ആൻസർ? എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഇത് 1/റൂട്ട് എക്സ് എന്നാവും. 1/റൂട്ട് എക്സ് ഇൻറ്റു 1/x. അതായത് ഫൈനൽ ആൻസർ -1/2x റൂട്ട് എക്സ് എന്നുള്ള ഒരു ഫൈനൽ ആൻസർ വരും. അടുത്ത ദിവസം നോക്കിക്കോട്ടെ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് റൈസിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എഫ് ഓഫ് എക്സ് എടുക്കാം. എക്സ് റൈസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കിക്കോ. എഫ് ഓഫ് എക്സ് റൈസ് തന്നെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് ഡെൽ എക്സ് ഓൾ റൈസ് ടു എ. നമുക്ക് നേരെ നമ്മളെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം അല്ലേ? dy/dx ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് ഡെൽ എക്സ് ഓൾ റൈസ് ടു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലാണ് എക്സ് റൈസ് ടു എൻ ബൈ ഡെൽ എക്സ്. നമ്മളിതെങ്ങനെ ചേഞ്ച് ചെയ്യും? ലിമിറ്റ് ചേഞ്ച് ആവും. നമ്മുടെ ഈ ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. ഏത് ഫോർമാറ്റാണ്? എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഫോർമാറ്റിലോട്ടാണ് ഇത് കാക്കേണ്ടത്. അപ്പോൾ ഇതാക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്തതിനെ? എക്സ് പ്ലസ് ഡെൽ എക്സ് ഓൾ റൈസ് ടു എൻ മൈനസ് എക്സ് റൈസ് ടു എൻ ഓൾ ഡിവൈഡ് ബൈ. എടാ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതേ കാര്യമല്ലേ എക്സ് മൈനസ് ഏതിൻ്റെ താഴെ വരണം. അപ്പോൾ ഇവിടെ എക്സിന് വരെ ആരാണ്? എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എക്ക് വരാറാണ് എക്സ്. ഇങ്ങനെ എഴുതി എന്തെങ്കിലും പ്രശ്നമുണ്ട്? വാല്യൂ ചേഞ്ച് ആവുന്നുണ്ടോ ഇവിടെ? ഇല്ല. എക്സ് മൈനസിൻ്റെ ക്യാൻസലായിപ്പോൾ നമുക്ക് ആര് തന്നെ വരുന്നുണ്ട്? ഇവിടെ ഡെൽ എക്സ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ വാല്യൂന് എന്തില്ല? ചേഞ്ച് ഇല്ല. പക്ഷെ നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യണം? ഇവിടെ എന്താണ് ഇപ്പോൾ ഉള്ള ലിമിറ്റ് ആരാണ്? ഡെൽ എക്സ് ടെൻസ് ടു 0 അല്ലേ? ഇവിടെ നമുക്ക് ഇവിടെ ഡെൽ എക്സ് മാത്രമല്ലല്ലോ, ഇവിടെ എക്സ് കൂടെ ഇല്ലേ? അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ എക്സ് ആഡ് ചെയ്യുമ്പോൾ അപ്പുറത്തും 0 ആഡ് ചെയ്യുമ്പോൾ എന്താവും? ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ആവും? എക്സ് പ്ലസ് ഡെൽ എക്സ് ടെൻസ് ടു എക്സ് എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ എന്താ? എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എൻ തന്നെയാണ് അല്ലേ? അപ്പോൾ എൻ ഇൻറ്റു എക്ക് പകരം എക്സ് അല്ലേ? എക്സ് റൈസ് ടു എന്താണ്? എൻ മൈനസ് 1. ഇത് തന്നെയാണ് ആൻസർ. നമ്മൾ പഠിച്ചു വയ്ക്കുക. അതായത് ആ റൂൾ ഇതാണ്. ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് എക്സ് റൈസ് ടു എൻ. ഇത് കാണാൻ പഠിക്കേണ്ട സാധനമാണ്. എക്സ് റൈസ് ടുൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വേണം. കാരണം നമുക്കിത് വെച്ച് എന്ത് ചെയ്യാനുണ്ട്? ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിക്കാനായിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ എന്നല്ല, നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? d/dx ഓഫ് 1 എക്സ് റൈസ് ടു d/dx ഓഫ് എക്സ് എന്ന് ചോദിക്കുകയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? d/dx ഓഫ് എക്സിൻ്റെ പവർ എത്രയാണ്? 1 അല്ലേ? അങ്ങനെയെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ഇൻറ്റു അല്ലേ? ഇതിൽ എന്നിന് പകരം 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എക്സ് റൈസ് ടു 1 മൈനസ് 1. 1 മൈനസ് 1 എന്താണ്? 0 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു എക്സ് റൈസ് ടു 0. എക്സ് റൈസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 1 ആണ്. 1 ഇൻറ്റു 1 എത്ര? 1. അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ് ആൻസർ? 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് വെച്ചാൽ എന്താണ് ആൻസർ? 1. വേറെ ചോദിക്കാം. എക്സ് റൈസ് ടു 10 ചോദിക്കാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 10 ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്നിന് പകരം ആരാണ്? 10 അല്ലേ? അങ്ങനെയെങ്കിൽ ആൻസർ എന്താണ്? 10 ഇൻറ്റു എക്സ് റൈസ് ടു 10 മൈനസ് 1. അപ്പോൾ ആൻസർ എന്താണ്? 10 എക്സ് റൈസ് ടു 9. അല്ലെങ്കിൽ വേണ്ട വേറെ ചോദിക്കാം. എക്സ് റൈസ് ടു 5 ചോദിക്കാം. എക്സ് റൈസ് ടു 5 ചോദിച്ചാൽ എന്താണ്? 5 ഇൻറ്റു
ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5 ചോദിച്ചാൽ 5 ഇൻറ്റു എക്സ് റൈസ് ടു 5 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താണ് 5 എക്സ് റൈസ് ടു 4. അല്ലെങ്കിൽ നമുക്ക് വേറെ ചോദിക്കാം, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ആണെങ്കിലോ? പോട്ടെ എക്സ് സ്ക്വയർ ആയിക്കോട്ടെ, എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്താണ് ആൻസർ? 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1. 2 മൈനസ് 1 എത്രയുണ്ടാവും? 1, അതായത് 2x. അങ്ങനെ എക്സിൻ്റെ പവർ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കേണ്ട കാര്യമാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അടുത്ത ദിവസം നോക്കിയേ, നമുക്ക് വേണ്ടത് എന്താണ്? സൈൻ എക്സ് എടുക്കുക. എതെടുക്കാടാ? സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കണ്ടുപിടിക്കണം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണേ. നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയോ? അത് എപ്പോഴും ചോദിക്കുന്നുണ്ട്, കാരണം അത് പ്രൂഫ് ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എപ്പോഴും. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എപ്പോഴും ഓർമ്മ വേണേ. എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറയും, എന്താണ് ആൻസർ? സൈൻ എക്സ് പ്ലസ് ഡെൽ എക്സ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇക്വേഷൻ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു പറഞ്ഞോളാം മക്കളെ, ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എന്താണ്? ഡെൽ എക്സ്. നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എന്നോടൊപ്പം തന്നെ പറഞ്ഞു പോവുക, കാരണം ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിനകത്ത് എന്താ ഇക്വേഷൻ തറവായിക്കോളും. അപ്പോൾ ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് ഡെൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്ട്? അത് സൈൻ എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സൈൻ എക്സ് ബൈ എന്താണ്? ബൈ ഡെൽ എക്സ്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് മൈനസ് അല്ലെങ്കിൽ സൈൻ എ മൈനസ് സൈൻ ബി. സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഇക്വേഷൻ എന്താണ്ടാ? സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, 2 കോസ് എ പ്ലസ് ബി ബൈ 2 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ, ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഇക്വേഷൻ എന്താണ്? 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. അപ്പോൾ അതനുസരിച്ച് ഇവിടെ എക്ക് പകരം എക്ക് പകരം എന്താണ്? എസ് പ്ലസ് ഡെൽ എക്സും അതുപോലെ ബിക്ക് പകരം വരാണ്ട് അത് സൈൻ എക്സും ആണ്. നമുക്ക് അത് ഇതൊന്ന് സെപ്പറേറ്റ് ഇവിടെ സൈഡിൽ കണ്ടുപിടിക്കുകയാണ് ഞാൻ. സൈൻ എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് സൈൻ എക്സ് എന്തായിരിക്കും ആൻസർ? ആൻസർ എന്തായാലും ഇവിടെ പറഞ്ഞു, 2 കോസ് എക്സ് പ്ലസ് ഡെൽ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ബൈ 2 ഇൻറ്റു എന്താണ്? ഇൻറ്റു സൈൻ എ മൈനസ് ബി. സൈൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ എ എന്ന് പറഞ്ഞാൽ ആരാണ്ട് ഇവിടെ? എസ് പ്ലസ് ഡെൽ എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ബൈ 2. ഇവിടെ എക്സും മൈനസ് കൊണ്ട് വെട്ടിപ്പോവും. സോ ഫൈനൽ ആൻസർ അവിടെ എന്ത് വരും? ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും അവിടെ? 2 കോസ് എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x. അപ്പോൾ 2x പ്ലസ് ഡെൽ എക്സ് ബൈ 2. ഇവിടെ എന്ത് കിട്ടും? സൈൻ ഡെൽ എക്സ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. അപ്പോൾ അതിനടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0. ഈ മുകളിൽ ഇത്രയും മൈനസ് നമ്മൾ എന്തിലും കൊണ്ട് വെച്ചിട്ടുണ്ട്? ആ ഒരു ആൻസറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 കോസ് 2x പ്ലസ് ഡെൽ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ ഡെൽ എക്സ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഡെൽ എക്സ്. ഇവിടെ ഇതെല്ലാം ഇൻറ്റു ചെയ്യാനല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ചേഞ്ച് കൊടുക്കുകയാണ്. ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 2 കോസ് 2x പ്ലസ് ഡെൽ എക്സ് ബൈ 2 ഇൻറ്റു ഈ ഡെൽ എക്സിനായിട്ട് ഞാൻ നേരെ സൈൻ ഡെൽ എക്സിൻ്റെ താഴെ എഴുതുന്നുണ്ട്. സൈൻ ഡെൽ എക്സ് ബൈ 2വിൻ്റെ തൊട്ട് താഴെ എന്ത് കൊടുക്കുകയാണ്? ഡെൽ എക്സ് എന്ന് കൊടുക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ലിമിറ്റ് എസ് ടെൻസ് 0 സൈൻ എക്സ് ബൈ
എക്സ് ഈക്വൽ ടു 1 എന്ന് നിങ്ങൾ എന്താണ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചൊന്നും എനിക്കറിയില്ല. ലിമിറ്റ് എസ് ഇൻ 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞ ആൻസർ എന്താണ്ട 1 ആണ്. ഇവിടെ ഒരു ഡെൽറ്റ എക്സ് ബൈ 2 ഉണ്ടല്ലോ. ഇവിടെ സൈൻ ഡെൽറ്റ എക്സ് ബൈ 2 ഉണ്ട്. അപ്പോൾ താഴെ വരേണ്ടത് ഡെൽറ്റ എക്സ് ബൈ 2 അല്ലേ വരേണ്ടത്. അപ്പോൾ അത് വരുത്താൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്തു? ബൈ 2 കൊടുത്തു. അങ്ങനെ ബൈ 2 കൊടുത്താൽ ശരിയാവോ? ശരിയാവില്ല. അത് ബാലൻസ് ആവണം. ഇവിടെ ആരുടെ വേണം? ഒരു ഇൻറ്റു 2 കൂടെ വേണം. ആരുടെ വേണം? ഒരു ഇൻറ്റു 2. അങ്ങനെ 2 കൂടെ ക്യാൻസൽ ആയപ്പോൾ ഡെൽറ്റ എക്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റു ഈ 2 എന്താണ്? ബൈ 2 ആണല്ലേ. ഈ ബൈ 2 അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ബൈ 2 പുറത്തെടുക്കണ്ട. ഇത്രയും സാധനം ചേർന്ന് എന്താവും? ഇത്രയും സാധനം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് നേരെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 2 cos 2x പ്ലസ് ഡെൽ എക്സ് എന്താ? അവിടെ എന്തായി? 0 അല്ലേ. 0/2 ഇൻറ്റു ഇവിടെ ഇത്രയും സാധനം 1 ആയി. പിന്നെ ബാക്കി അവിടെ ആരേ ഉള്ളൂ? ഒരു 1/2 ഉള്ളൂ. ഈ ഒരു 2ഉം ഈ 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ ഫൈനൽ എന്താണ്? നമുക്ക് എന്ത് കിട്ടും? cos 2x പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x/2. 2x/2 ആൻസർ എന്താണ്? ആൻസർ cos x ആണ്. എന്താണ് ആൻസർ? cos x. അപ്പോൾ സൈൻ എക്സിൻ്റെ അറിയിട്ട് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എന്ത് കിട്ടിയടാ ഫൈനൽ ആൻസർ? cos x എന്ന് പറയുന്ന ഒരു ഫൈനൽ ആൻസർ കിട്ടി.